പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ വോട്ട് നില തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ ആയാലും ശരി തന്നെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന UDF തന്നെയാണ് അവരും പറയുന്നത് മുന്നിൽ. പക്ഷേ ഇടതുപക്ഷത്തിന് അതിൽ കൂടുതലുണ്ടെന്നുള്ളതാണ് ഇടതുപക്ഷക്കാർ പ്രചരിപ്പിക്കുന്നത്. വോട്ട് ഒന്നും കുറഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. BJPക്ക് വളരെ കുറഞ്ഞു, 14.37% മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു പ്രശ്നമല്ലേ? BJP പറയുന്നത് ഞങ്ങൾ ഇപ്പൊ കേരളം ഭരിക്കും എന്നല്ലേ പറയുന്നത്. BJP രാജ്യം ഭരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് കേരളം ഭരിക്കാൻ അറിയാം, വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഇപ്പൊ പറയുന്നത്. 20% ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതാണ് ഇപ്പൊ ഈ 14.37% താന്നത്. അന്നും ഇദ്ദേഹം അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് ഞങ്ങള് അടുത്ത നിയമസഭ പിടിക്കുമെന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ 35 സീറ്റിൽ പിടിക്കും, ഞങ്ങളായിരിക്കും ശക്തമായ പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് BJP അങ്ങോട്ട് മാറ്റിവെക്കാം. ഇടതുപക്ഷത്തിന് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ UDFനോടൊപ്പം വോട്ട് കിട്ടിയെന്ന് പറയുന്നത് അവര് സ്വതന്ത്രന്മാരെയൊക്കെ കൂട്ടിയത് പറയുന്നത്. ഇപ്പം അതെങ്ങനെ പറ്റും? ഇവിടെ UDFും സ്വതന്ത്രന്മാരെ ഒരുപാട് പേരെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കൈപ്പത്തിയിലൊക്കെയാണ്, പല ചിഹ്നങ്ങളിലുമാണ്, ഘടകകക്ഷിയിലുണ്ട്. പക്ഷെ UDFിൽ സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ LDF നിർത്തിയ അത്ര എണ്ണം സ്വതന്ത്രന്മാരെ UDF നിർത്തിയിട്ടില്ല. കാരണം ഈ കോൺഗ്രസിനകത്ത് തന്നെ സീറ്റ് മോഹികൾ നിരവധി പേരുണ്ടായിരുന്നു, നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ സ്വതന്ത്രരായി നിർത്താൻ ആൾക്കാരില്ല. കാരണം അങ്ങനെ സ്വതന്ത്രരായി നിർത്താൻ അനുവദിക്കാത്തതും പാർട്ടി ചിഹ്നം കൊടുക്കാത്ത ഒരാളാണ് ഇപ്പോൾ പൗണ്ട് കടവിൽ കോടികളുടെ വില മതിക്കുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി, ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന സ്വതന്ത്ര രണ്ട് സ്വതന്ത്രമിൽ ഒരാൾ. വിലയിട്ടിരിക്കുന്നത് കോടികൾ, 1-2 കോടിയല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ആ കോൺഗ്രസ് റിബലിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ BJPക്ക് ഒരു ചങ്കുറപ്പുണ്ടാകുകയുള്ളൂ. അതാണ് എൻ്റെ കാരണം. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് 2-3 കോടിയൊക്കെ വളരെ നിസ്സാരമാണ്. പക്ഷേ ഇടതുപക്ഷത്തിനത് ജനക്ഷേമ പരിപാടികൾക്ക് എത്രയോ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ അമ്മമാർക്ക് ജനക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനുള്ള തുകയാണ് ഈ കോടികൾ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ നമ്മളൊരു കാര്യം മറന്നുപോയി, നമുക്ക് ഗണഗീതം പാടേണ്ടി വരുമോ ചർച്ച തുടങ്ങുമ്പോൾ? മിക്കവാറും ഇനിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ തിരുവനന്തപുരത്തായതുകൊണ്ട് കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഗണഗീതം പാടിയേ പറ്റൂ എന്നുള്ള വന്നു കഴിഞ്ഞാൽ. നഗരസഭയുടെ കുറെ ബസ്സുകളുണ്ട്, നഗരസഭയുടെ കേന്ദ്ര പദ്ധതിയിൽപ്പെട്ട കുറെ ബസ്സുകൾ ഇപ്പോൾ നഗരത്തിൽ ഓടുന്നുണ്ട്. അപ്പൊ അതിൽ കയറണമെങ്കിൽ ചിലപ്പോൾ അതിനകത്തും ഗണഗീതം പ്ലേ ചെയ്യും. പിന്നെ നഗരസഭയിൽ ഇപ്പോൾ BJP കൗൺസിലർമാർ 50 എന്നവരെ വിളിക്കാം, 50ന്റെ സുവർണ സൗഭാഗ്യവുമായി നഗരസഭയിലേക്ക് വലതുകാൽ വെച്ച് ചാടിക്കയറിയിരിക്കുന്നവർ, ഗണഗീതം പാടിയവർ. അവരിപ്പോൾ പറയുന്നത് LDF ആയാലും UDF ആയാലും നഗരസഭാ യോഗം ചേരുമ്പോൾ ഞങ്ങൾ ഗണഗീതം പാടിയില്ലെങ്കിൽ LDFകാരെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ്. അതിനി കണ്ടറിയണം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം വളരെ ദുർബലരും നിരാലംബരും ആരും സഹായിക്കാതെയും ഈ പലരുടെയും പല സ്വതന്ത്രന്മാരുടെയും ഒക്കെ വോട്ട് മേടിച്ച് കഷ്ടിച്ച് ജയിച്ചു വന്നവരാണല്ലോ ഇപ്പോഴത്തെ LDFിലെ 29 സീറ്റിലും ഇവിടെ കൗൺസിലർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേടിയൊന്നും അവർക്കില്ല. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത്. കണക്ക് പറയുകയാണെങ്കിൽ 38.81% വോട്ട് UDFനാണ്, LDFന് 33.45%. അതേസമയം മറ്റുള്ള വിഭാഗത്തിൽ, അതായത് സ്വതന്ത്രന്മാരും മറ്റുള്ളവരും ഒക്കെ എന്ന് പറഞ്ഞാൽ 13.03% വോട്ടാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ 14.71%. അപ്പൊ ഈ ഇവിടെ പറയുന്നത് ഇവർ അവകാശപ്പെടുന്നത്, ഈ രണ്ട് മുന്നണികളും അവകാശപ്പെടുന്നത് ഈ സ്വതന്ത്രന്മാരും മറ്റുള്ളവരും എന്ന് പറയുന്നതിനകത്ത് 13.03% ആ വോട്ടിലാണ് അവരുടെ എല്ലാം നോട്ടം. അവർ കണ്ണുനട്ടിരിക്കുന്നത് ആ വോട്ടുകളാണ്. ആ വോട്ട് എങ്ങോട്ടാണ്? ഇപ്പൊ ഇടതുപക്ഷം പറയുന്നു അവരുടെയാണെന്ന്, UDF പറയുന്നു അവരുടെയാണ്. ഇടതുപക്ഷം അതുമല്ല NDA പറയുന്നുണ്ട് ഞങ്ങൾക്കുള്ളതാണെന്ന്. അതെ, ഇടതുപക്ഷം അങ്ങനെ പറയുന്ന ഒരു കാരണമുണ്ട്. കാരണം ഈ 38.81% UDFിനെന്ന് പറയുന്നു. അത് കിടന്ന് ഇനിയിപ്പോൾ തള്ളാൻ പറ്റില്ല. കാരണം അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കാണ്.
LDF-ൻ്റെത് 33.45, 33.5%. പിന്നെയുള്ള 13.03% മറ്റുള്ളവർ സ്വതന്ത്രരും. പല വാർഡുകളിലും ഇടത് സ്ഥാനാർത്ഥികൾ അവിടുത്തെ പ്രാദേശികമായ നീക്കുപോക്കുകൾ, അവിടുത്തെ നാട്ടുകാരുടെ താല്പര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് പാർട്ടി മെമ്പർമാരെ അല്ല, പാർട്ടിക്ക് പുറമെ നിന്ന് പാർട്ടി സ്വതന്ത്രന്മാരായിട്ട് അനുഭാവികളെ പലരെയും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അവരൊക്കെ ജയിച്ചിട്ടുമുണ്ട്. അവർക്ക് ലഭിച്ച വോട്ട് വീതമാണ് അതിൽ ഭൂരിപക്ഷം ഈ 13.03% വന്ന മറ്റുള്ളവർ സ്വതന്ത്രരിലും ഈ ഒരു ഇതും വരും. അങ്ങനെ വരുമ്പോൾ 33.45% LDF-ന് കിട്ടിയ ഔദ്യോഗിക വോട്ടിന്റെ കണക്ക്. അതിന് പുറമെ 13.03% ഒരു ഭീമമായ ഒരു ശതമാനം കണക്ക് കൂടെ അതിൽ വരണം. അങ്ങനെ വരുമ്പോൾ LDF തന്നെയാണ്. കാരണം ഇത് വാർഡ് അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ LDF-ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്നത്. പിന്നെ BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഒന്നിനൊന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം 20%, പിന്നെ 16% അവർക്ക് കിട്ടി. ഇപ്പോൾ ഇതാ 14% അവർ വരുന്ന കണക്ക് പറയുമ്പോൾ 50 സീറ്റ് കിട്ടി. തിരുവനന്തപുരം നഗരസഭയിൽ 50 സീറ്റ് കിട്ടി. സുവർണ 50-ന്മാർ എന്നൊക്കെ പറയാം. പക്ഷേ ഈ വോട്ടുകൾ പലതും LDF-ന്റെ വോട്ട് UDF-ന്റെ വോട്ടുമായി നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്. ഈ നഗരസഭയെ പോലും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് LDF-ന് 34.65%, NDA-ക്ക് 34.52% മാത്രമേ ഉള്ളൂ. അപ്പൊ വോട്ട് ഷെയർ കൂടുതൽ LDF-ന് വന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വോട്ടുകളുടെ എണ്ണത്തിൽ, വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ LDF-ന് മുൻതൂക്കം ഉണ്ടെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ BJP-ക്കാണ്. അത് നഗരസഭയ്ക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നഗരസഭയ്ക്ക് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലത്തില് എങ്ങനെയാണ് അവർ മുന്നിൽ വന്നെന്നുള്ളതാണ് അതിന്റെ ഒരു, അവർ പറയുന്ന രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ BJP മുൻതൂക്കം കിട്ടിയ എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇതെല്ലാം പ്രാദേശികമായ ചില ഘടകങ്ങളാണ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രാദേശികമായ നീക്കുപോക്കുകൾ, ധാരണകളൊക്കെ മാറും. നീക്കുപോക്കുകൾ പിന്നെ രാഷ്ട്രീയപരമാകും. കാരണം ഒരു ഒട്ടനവധി 40, 20, 30 ഒക്കെ വാർഡുകൾ ചേരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ അത് ചിലപ്പോൾ BJP-ക്ക് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എന്തൊക്കെയായിരുന്നു LDF? കൃത്യമായ പെൻഷൻ വിതരണം, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം, അതുപോലെ പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തള്ളുകളല്ല. ചിലതൊക്കെ ചെയ്തു. ഇപ്പൊ പെൻഷനൊക്കെ കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയതായിട്ട് ഇത്രയും അങ്ങനെയാണെങ്കിൽ LDF സർക്കാർ അത് കട്ട് ചെയ്യണമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 35 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം പെൻഷൻ. പക്ഷെ അതുപോലും പ്രതിഫലിച്ചില്ലല്ലോ, വോട്ടിൽ പ്രതിഫലിച്ചില്ലല്ലോ. ഇതെല്ലാം ഈ കൊടുത്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മണി പറഞ്ഞത് പിന്നെ പുറത്ത് കാണിക്കരുതെന്ന്. അത് ഓരോ ശൈലിയുണ്ട്. ഓരോ നേതാക്കൾക്കും, CPM-ന്റെ ഓരോ നേതാക്കൾക്കും അവരുടെ ശൈലികളുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ലേ? എം എം മണിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ല. പക്ഷേ MM മണി പറഞ്ഞത്, ഓരോരുത്തരും ഓരോ ശൈലി. പിന്നെ രാജേഷ് മുമ്പേ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ പിന്നെ ശൈലിയുണ്ട്. പക്ഷേ അദ്ദേഹം MM മണി സീനിയറായ ഒരു CPM നേതാവാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് പുറത്ത് പിന്നെ പ്രവൃത്തി കാണിക്കരുതെന്ന് പറഞ്ഞത് സർക്കാർ കൊടുത്ത പൈസ, സർക്കാർ ആരുടെ കൊടുത്ത, ജനങ്ങളുടെ പൈസ എടുത്ത് ജനങ്ങൾക്ക് കൊടുത്തു. പക്ഷെ അത് കൊടുത്തിട്ട് പോലും പ്രതിഫലിച്ചില്ല. അത് വേണ്ടത്ര അതിന് മനസ്സിലാക്കണം, ഇതൊന്നും ജനത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് മനസ്സിലാക്കി. അതിന്റെ പേരും പറഞ്ഞ് ജനത്തിന് ഒരു ക്ഷേമ പദ്ധതി കൊടുക്കാനോ ഒരു ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കാനോ ഇനി അങ്ങോട്ട് പ്രതികാര നടപടി, നിങ്ങൾ ഞങ്ങളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങളെ പരിഗണിച്ചില്ല, അതുകൊണ്ട് പിണറായി സർക്കാർ ഇനി ആർക്കും ഒരു ക്ഷേമ പദ്ധതിയും പ്രഖ്യാപിക്കില്ല, അങ്ങനെയൊന്നുമില്ല. പ്രഖ്യാപിച്ചത് കൊടുക്കണമല്ലോ. ഇത് വോട്ട് വാങ്ങാനല്ല, ഇത് വോട്ട് വാങ്ങാനല്ല ചെയ്തേക്കുന്നത്. വോട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന്, ഈ പദ്ധതിയുടെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ പ്രകടന പത്രിക, LDF-ന്റെ പ്രകടന പത്രിക ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഇതൊക്കെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ വികസന പദ്ധതികൾ. ഭാവിയിൽ ഇത്തരം പദ്ധതികൾ തുടരണം. ആ തുടരാൻ വേണ്ടിയിട്ട് ഇടത് സർക്കാരിനെ, ഇടത് തദ്ദേശ സ്ഥാപനങ്ങളെ വിജയിപ്പിച്ചെടുക്കണം. പക്ഷേ ജനങ്ങളുടെ വിധി, ജനങ്ങളുടെ തീരുമാനം അവർ ലാഘവത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇനി അങ്ങോട്ടുള്ള കാലം അത് ജനങ്ങൾ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം പക്ഷെ സർക്കാരുണ്ട്, ഇടതുപക്ഷ സർക്കാർ അപ്പോഴും കാണും. മൂന്നാം ടൈമും പിണറായി സർക്കാർ തന്നെയാകും. അതുകൊണ്ട് ഇമാതിരി ഈ BJP-ക്കാരുടെയും തിരുവനന്തപുരം നഗരസഭയുടെയും മറ്റ് കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള UDF-ന്റെ കയ്യിലുള്ള കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളോ ഒന്നും കഴിഞ്ഞ 5 വർഷം പുരട്ടിയിട്ടില്ല.
ആ വിരട്ടൽ ഏശുകയുമില്ല, ഇനി അങ്ങോട്ട് നടക്കുകയുമില്ല. ജനങ്ങൾക്ക് ലഭിക്കേണ്ട പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ ഒക്കെ കേരളത്തിൽ നടപ്പാക്കും. നമ്മുടെ ദേശീയപാത അടക്കമുള്ള വികസനങ്ങൾ, ബൈപ്പാസ് അടക്കമുള്ള വികസനങ്ങൾ ഒക്കെ വിഴിഞ്ഞം പദ്ധതി 1ാം ഘട്ടം കമ്മീഷൻ ചെയ്ത് 2ാം ഘട്ടം പ്രവർത്തനം ആരംഭിച്ചതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഇടത് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ അത് വോട്ട് നോക്കിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടത് സർക്കാരിന്റെ കൂട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ്.